പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനഭാഗത്ത് മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് എത്രയോ മനോഹരമായിട്ടാണ് മാതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുന്നു. പരിശുദ്ധ കന്യക മറിയം ആ ഭവനത്തിൽ വന്ന് കയറിയപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കന്യക മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി കാണപ്പെടുന്നു. അങ്ങനെ പരിശുദ്ധ കന്യക മറിയം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് ദൈവം വഴിയൊരുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ 4 പേരുടെ സംഗമമാണ് നമ്മൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ഉള്ളത്. യേശുവും സ്നാപകയോഹന്നാനും പരിശുദ്ധ കന്യക മറിയവും എലിസബത്തും. അങ്ങനെ ദൈവികമായിട്ടുള്ള മനുഷ്യരുടെയും സംഗമമുണ്ടാകുന്നു. ദൈവം യേശു സ്നാപകയോഹന്നാനെ ഇവിടെ കാണുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ കന്യക മറിയം, പരിശുദ്ധാത്മാവിനാൽ പൂരിതയായ പരിശുദ്ധ കന്യക മറിയം എലിസബത്തിന് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നു. നമ്മൾക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നുവോ അതോ വേദനിപ്പിക്കുന്നുവോ? നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുവോ? പരിശുദ്ധ കന്യക മറിയത്തെ പോലെയാകാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ മറ്റുള്ളവരും നമ്മളിലുള്ള ദൈവ സാന്നിധ്യം മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ. നമ്മിലൂടെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.